രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ജനങ്ങളെക്കാൾ വലുതല്ല മറ്റാരും എന്നുള്ളത്, അത് ഒരു ശ്വസിക്കുന്ന വായു പോലെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി മാറണം എന്ന്, ഞാനതാണെന്ന് പറയാനുള്ള വലുപ്പം എനിക്കില്ല, അത് ആവണം അല്ലെങ്കിൽ അങ്ങനെ മാറണം എന്ന് ആഗ്രഹിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഹോള് മറക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അന്നും ഇവിടെ പറഞ്ഞതാണ്, ഞാൻ ഈ വിദേശത്ത് പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയൊരു പരിചയം എനിക്കില്ല. ഞാൻ പാലക്കാട് മത്സരിക്കുമ്പോൾ ഏറി വന്ന പാലക്കാടിൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടുള്ള അവിടെയുള്ള കുടുംബക്കാരെങ്കിലും തിരഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ എൻ്റെ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിലെ പിന്നെ വോട്ടർമാരെ അല്ലെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ പിന്തുണക്കുന്നവരെ കാണാൻ വേറൊരു സംസ്ഥാനത്ത് പോലും പോയൊരു പരിചയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നോട് പ്രിയപ്പെട്ട പാറക്കലും അതുപോലെ തന്നെ പ്രവീണേട്ടനൊക്കെ പറയുന്നത്, അല്ല നമുക്കൊന്ന് പോണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ സത്യം തുറന്ന് പറയാം, ഇനിയിപ്പം പറയുന്നതിൽ അന്നും ഞാൻ സത്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയും കൂടെ ഇപ്പോൾ പറയാം. അപ്പം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പം പിന്നെ ചെയർമാൻ പറഞ്ഞു, പാറക്കൽ പറഞ്ഞു നിർബന്ധമായിട്ടും പോകണം. പിന്നെ ഞാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നെ ജയിച്ച സമയത്ത് അവർ തന്നിട്ടുള്ളൊരു പിന്തുണ വളരെ വലുതായിരുന്നു. അവർ സാധാരണക്കാർ, പാവങ്ങൾ, ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നതിൻ്റെ പുറത്താണ് എന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ ഇക്ബാലിനെ മൈക്ക് എന്തും ചെയ്തോ, നമ്മുടെ മൈക്കും എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഞാനിത് പറഞ്ഞ സമയത്താണ് ഞാനും പ്രവീണേട്ടനും കൂടെ ഞങ്ങളൊരാളെ കാണാൻ വേണ്ടി പോകുന്നത്. അതൊരു വോട്ട് ഇതിൻ്റെ കാര്യം. അതോ ഞാൻ പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഫോൺ ചെയ്യാണോ ചെയ്തേ? നമ്മൾ രണ്ടാളും കൂടെ പോണേ ഒന്നിച്ചു പോയി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആൾ കാണാൻ വേണ്ടി പോയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അത് ഒരു സർവേ റിസൾട്ട് വരാൻ പോവാണ് തോന്നുന്നു. അപ്പോൾ സർവേ റിസൾട്ട് വരാൻ പോവാണെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ നമ്മളിങ്ങനെ പ്രവർത്തനം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സർവേ റിസൾട്ട് വരാൻ ഒരു ഷോക്കാവണ്ട, 6% നിങ്ങൾ തോക്കുമെന്നുള്ളതാണ് സർവേ. ആദ്യത്തെ സർവേ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നതിൻ്റെ ശേഷം. അപ്പോൾ 6% ഞാൻ കണക്കൂട്ടിയപ്പോൾ ഒരു 5-8 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്ത 50,000 വോട്ടാണ്. 50,000 വോട്ടിന് നമ്മൾ തോക്കും എന്നുള്ളതാണ് സർവേ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പം ഞാനപ്പോൾ എൻ്റെ 1-2 ഇങ്ങനെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ 6% വോട്ടിനൊക്കെ തോക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ വിദേശത്തൊക്കെ പോയിട്ട് പര്യടനം നടത്തുമ്പോൾ അത് കൂടുതൽ നമുക്ക് ഗ്രൗണ്ടിലെ കാര്യങ്ങൾ എതിരാക്കല്ലേ, നമുക്ക് യാത്ര അങ്ങ് മുടക്കിയാലോ എന്ന് ഞാൻ DC പ്രസിഡന്റിനോട് പറഞ്ഞു. ഞാൻ DC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി പിന്നെ പാറക്കൽ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ. ഞാൻ 1-2 സ്റ്റേറ്റ് ലീഡേഴ്സിനെയൊക്കെ വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, സർവേക്കാരാണോ തീരുമാനിക്കുന്നത് ജയിക്കും തോൽക്കും എന്നുള്ളതൊക്കെ? അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്, ഇവിടെ പോയി എൻ്റെ വോട്ടർമാരെ കാണാനല്ലേ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പക്ഷേ ഒരു ആത്മവിശ്വാസം, എനിക്കിത് ശീലമില്ലല്ലോ, എനിക്കൊരു ധൈര്യം ഇങ്ങോട്ട് വരുന്നില്ല. ഇത് നാട്ടിൽ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട പ്രവർത്തനം, ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കാഫിറും മുർത്തതൊക്കെ ഒരേ സമയം ആവേണ്ടി വന്നിട്ടുള്ള ആളായതുകൊണ്ട് ഇതിൻ്റെ കൊടുമ്പിരി കൊണ്ട് പ്രചരണവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് പാറക്കലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വടകര അറിയാഞ്ഞിട്ടാണ്, ഇവിടുത്തെ ജനങ്ങളെ അറിയാഞ്ഞിട്ടാണ്. നമ്മൾ കാണാൻ പോകുന്നത് നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെയാണ്. അവരെ കാണുന്നതിൽ എന്താ തെറ്റ്? അവർ വോട്ടർമാരല്ലേ നാട്ടിൽ, അവർക്ക് വോട്ട് ചെയ്യാൻ വന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്നവർ വരട്ടെ. നമ്മൾ തലേ ദിവസം പോയിട്ട് കാര്യമുണ്ട്, അവർക്കൊന്നും ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സമയം എന്തെങ്കിലും വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സത്യം പറഞ്ഞ ഇവർ രണ്ടുപേരും പിന്നെ ഒക്കെ വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് വരുമ്പോഴും എൻ്റെ മനസ്സിന് അങ്ങനെ പിന്നെ വലിയൊരു ധൈര്യത്തിലല്ല ഞാൻ വരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ആണെങ്കിലും ഖത്തറിലാണെങ്കിലും കയറി വന്ന് ഈ ഹാളിനകത്ത് അന്നും ഇന്നും ഒക്കെ നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹവും പിന്തുണയും കരുത്തും ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ ടൈറ്റായ തെരഞ്ഞെടുപ്പായിരുന്നു. 2021 ശ്രീധരൻ മെട്രോമാൻ വന്നിട്ട് മത്സരിച്ച തെരഞ്ഞെടുപ്പ്. പക്ഷെ അതിൻ്റെ ടൈറ്റ്നെസ് ആളുകൾക്ക് ഫീൽ ചെയ്തത് വോട്ട് എണ്ണുമ്പോഴാണ് അതിൻ്റെ ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ പ്രസിഡന്റ് അപ്പം മുതൽ പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹവും പിന്തുണയേക്കാളും വലിയ ബലമൊന്നുമില്ല. ആളുകൾ കാണിക്കുന്ന
ഒരു സപ്പോർട്ടിനേക്കാളും വലിയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠം, രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ജനങ്ങളെക്കാൾ വലുതല്ല മറ്റാരും എന്നുള്ളത്, അത് ഒരു ശ്വസിക്കുന്ന വായു പോലെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി മാറണം എന്ന്, ഞാനതാണെന്ന് പറയാനുള്ള വലുപ്പം എനിക്കില്ല, അത് ആവണം അല്ലെങ്കിൽ അങ്ങനെ മാറണം എന്ന് ആഗ്രഹിക്കാൻ ഈ വടകരയിലെ ജനങ്ങൾ നൽകിയ സ്നേഹം, പാലക്കാടാണെങ്കിലും ജനങ്ങളുടെ സ്നേഹത്തിലാണല്ലോ നമ്മൾ നിലനിൽക്കുന്നത്, അതൊരു വലിയ കാരണമാണ്. എനിക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ഞാനിപ്പോൾ പ്രവാസികളുടെ ഇഷ്യൂസിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഈ പ്രവീണേട്ടന് ഞാൻ വാട്സപ്പ് അയച്ചു കൊടുത്തതാണ് എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത്. പുള്ളി അത് നോക്കിയിട്ട് അവിടെ വായിച്ചത്. അപ്പം പിന്നെ ഈ പ്രവാസികളുടെ ഇഷ്യൂസിനെ പറ്റിയൊക്കെ പറഞ്ഞു, പ്രവാസികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. എനിക്ക് രണ്ട് കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പറയുന്ന ആദ്യത്തെയോ അവസാനത്തെയോ ആൾ ഞാനല്ല. നമ്മുടെ എം പിമാരെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഞാനത് പറയാതെ പോകുന്നത് ശരിയല്ല. നമ്മുടെ എം പിമാരെല്ലാവരും ആ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അവരതിനു വേണ്ടി ഇടവരുന്നവർ. ഞാൻ എൽവിസ് ഇപ്പോൾ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങോട്ട് വരുമ്പോൾ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അതിപ്പോൾ പല ആളുകളും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഞങ്ങളുടെ ഉള്ളിൽ അത് തട്ടി, അതിലെന്താ നിങ്ങൾക്കൊരു വ്യത്യാസം തോന്നുന്നതെന്ന് ചോദിച്ചു. ഞാൻ അതിനകത്തൊരു വ്യത്യാസം കാണുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സമയം, എനിക്ക് കിട്ടിയ അവസരത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ അത് എല്ലാവർക്കും കിട്ടുന്നില്ല. 100, 300, 350 ആൾക്കാർ അതിന് അപേക്ഷ കൊടുത്താൽ അതിൽ 3 ആളെയാണ് നറുക്കെടുക്കുക. നറുക്കെടുപ്പാ 3 ആൾക്കാണ് കിട്ടുക. ആ 3 ആളിൽ ഒരാൾ ഞാനായിരുന്നു. കേരളത്തിൽ ആദ്യത്തെ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ, ഈ സഭ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യത്തെ വെള്ളിയാഴ്ച അവതരിപ്പിക്കുന്ന ആദ്യത്തെ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷനിൽ 3 ആൾ നറുക്കെടുക്കപ്പെട്ടതിൽ ഒന്ന് ഞാനാ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഈ 3 ആളിൽ ഒരാൾക്കേ കിട്ടുകയുള്ളൂ എന്നുള്ളത്. മറ്റു 2 ആൾക്ക് മൂവ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ ആ 3 ആളിൽ ആ ഒരാളാവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്നാമത്തെ ആൾ വന്നില്ലെങ്കിലാണ് രണ്ടാമത്തെ ആളെ വിളിക്കുക എന്നുള്ളത്. ഇപ്പം ഞാനിത് അവതരിപ്പിക്കാൻ വേണ്ടി കടലാസമൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശശി തരൂർ, അദ്ദേഹം അവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ തട്ടിയിട്ട്, ഇവിടെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ കാര്യം? അതല്ല, നിനക്ക് വല്ല വയറുവേദന ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല, അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം, ഈ ഒന്നാമത്തെ ആൾക്ക് വയറുവേദന വന്നിട്ട് അവിടെ വരാതിരുന്ന രണ്ടാമത്തെ ആൾക്ക്, പുള്ളി രണ്ടാമത്തെയാ. അപ്പോൾ പിന്നെ എങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അമ്മ എന്നോട് ചോദിച്ചു ഏതാ ഇഷ്യൂ? ഞാൻ അങ്ങനെ ഇതാ പറഞ്ഞത്. നല്ല കാര്യം, അത് പറയേണ്ടതാണ്, നമുക്ക് എല്ലാവരും കൂടെ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടേതായ രീതിയിൽ നമുക്കൊരു സപ്പോർട്ടും പിന്തുണയും തന്നിട്ട് അവിടെ. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മറ്റൊരു കോളിംഗ് അറ്റൻഷനോ അല്ലെങ്കിൽ 0 ഓവറിലെ കാര്യമോ 1.5-2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സ്പീക്കർ അടുത്ത ആളുടെ പേര് വിളിക്കും. ഇത് നമുക്കൊരു ആമ്പിൾ ടൈം, ഒരു 10-20 മിനിറ്റ്. ഇപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, അതിൻ്റെ തൊട്ട് തലേ ദിവസം ലോട്ട് വന്നു, ക്വസ്റ്റ്യൻ്റെ ലോട്ട് വന്നപ്പോൾ നമ്മൾ അനേകം ചോദ്യങ്ങൾ എഴുതി കൊടുക്കും. ഒരു ദിവസത്തേക്ക് നമ്മൾ 5 ചോദ്യം എഴുതി കൊടുക്കും. 3 എണ്ണം സ്റ്റാർഡ് ക്വസ്റ്റ്യൻ കൊടുക്കും, 2 എണ്ണം അൺസ്റ്റാർഡ് കൊടുക്കും. ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പാർലമെൻറ്റിലെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ പിന്നെ അൺസ്റ്റാർഡ് കൊടുക്കും, സ്റ്റാർഡ് കൊടുക്കും. ഇതൊക്കെ എഴുതി കൊടുത്തുകൊണ്ടിരുന്നിട്ട് അതും നറുക്കെടുത്തിട്ടാണ് തീരുമാനിക്കുന്നത്. അവിടെ ആകെ നറുക്കെടുപ്പാണ്. അതും നറുക്കെടുത്തിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾ നോക്കണം. വെള്ളിയാഴ്ചയാണ് പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ വരുന്നത്, വ്യാഴാഴ്ചയാണ് പിന്നെ ഈ ഏവിയേഷൻ മിനിസ്റ്ററുടെ ക്വസ്റ്റ്യൻ ഡേ. ആ വ്യാഴാഴ്ചത്തെ നറുക്കെടുപ്പിൽ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ ഒരു ചോദ്യവും ഒരു ഉപചോദ്യം ചോദിക്കാനുള്ള അവസരം എനിക്ക് അവിടെ കിട്ടുക. അപ്പം അതിന് മിനിസ്റ്റർ പറഞ്ഞ മറുപടിയായിട്ട് കണക്ട് ചെയ്തിട്ട് അടുത്ത ദിവസം എനിക്ക് പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷനും കൂടെ അതിൻ്റെ ബാക്കപ്പായിട്ട് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുക. ആ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു കുറച്ച് ആൾക്കാരൊക്കെ സംസാരിച്ചിട്ട് മിനിസ്റ്റർ മറുപടി പറഞ്ഞത് തീരും എന്നുള്ളതാണ്. ഇപ്പം പിന്നെ പ്രിയപ്പെട്ട ശ്രീ എൽവിസ് ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് അനുഭവപ്പെടുന്ന ഒരു മറുപടി, ഇതിപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാനൊരു തുടക്കക്കാരനാണ് പാർലമെൻറ്റിൽ, ആ പാർലമെൻറ്റിലെ അംഗങ്ങളുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ വിമാന ടിക്കറ്റ് ചാർജ് സീസണിൽ നടക്കുന്നത് ഒരു പെരും കൊള്ളയാണ് എന്നുള്ളത്, ഒരു ചൂഷണമാണ് എന്നുള്ളത് പാർലമെൻറ്റിലെ ഭൂരിഭാഗം എം പിമാരും
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചർച്ച ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. കാരണം ഇതിങ്ങനൊരു ഡിസ്കഷൻ വന്നപ്പോൾ മറ്റ് എം പിമാർക്കും സംസാരിക്കാനുള്ള അവസരമാണ്. ഇപ്പം ഞാൻ പേരെഴുതി കൊടുത്താൽ ഞാൻ വേറൊരാളുടെ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷന് ഞാൻ പേരെഴുതി കൊടുത്താൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടും. ഇപ്പം അതിൻ്റെ ഒരു കാര്യം, ആ ഡിസ്കഷൻ ഇതുവരെ അവസാനിച്ചിട്ടില്ല, ആ ഡിസ്കഷൻ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. അടുത്ത പാർലമെന്റ് സെഷൻ തുടങ്ങി പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ ഡേ വരുമ്പോൾ അന്നും ഈ പ്രവാസികളുടെ വിഷയത്തിലേക്ക് വീണ്ടും ഇന്ത്യൻ പാർലമെന്റ് വരും എന്നുള്ളത് ഉറപ്പാണ്. ആ ചർച്ചകൾക്കൊടുവിലാണ് മന്ത്രിയുടെ മറുപടി. ആ മന്ത്രിയുടെ മറുപടിയിൽ അവസാനം തൃപ്തിയോ അതൃപ്തിയോ അതിനെ വീണ്ടും മൂവ് ചെയ്യാനുള്ള അവസരം, അത് അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്നുള്ള നിലക്ക്, ഒരു അംഗം എന്നുള്ള നിലക്ക് എൻ്റെ മുന്നിൽ വീണ്ടും വരികയും ചെയ്യും. ഞാൻ ഒരു കാര്യം എൻ്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുന്നു. ഞാൻ ഈ ഹാളിൻ്റെ ഇരുന്ന് പറഞ്ഞ വാക്കുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ട് പ്രചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു അവസരം കിട്ടിയ പിറ്റേ ദിവസം മുതൽ പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്വിച്ച് ഇട്ടതുപോലെ പരിഹാരം കണ്ടെത്തി തരുമെന്ന് പ്രസംഗിച്ച് വോട്ട് തട്ടാൻ വന്ന ഒരാളല്ലെന്നും, പക്ഷെ പ്രവാസിക്ക് വേണ്ടത് പറയേണ്ടടുത്ത് പറയാൻ ഒരാളില്ല എന്ന് ഒരു വടകരക്കാരനെ കൊണ്ടും ഇനി ഞാൻ പറയിപ്പിക്കില്ല എന്നുള്ളതും ഈ ഹാളിൽ പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടികളോടെ പ്രോത്സാഹനവും സ്നേഹവും നൽകിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒറ്റയടിക്ക് പരിഹാരത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ലെങ്കിലും ഈ വിഷയം നമ്മൾ വിടില്ല എന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അത് ക്ലിയർ കേസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷനാണ്, ഒരു സംശയമില്ലാത്ത ചൂഷണമാണ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങളും അവതരിപ്പിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ വിവരങ്ങൾ എനിക്കിപ്പോൾ പ്രവാസ ലോകത്ത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക. അവിടെ സ്പീക്കറുടെ പാനൽ ഓഫ് ചെയർമാൻ്റെ ഭാഗത്ത് ഇരുന്നിരുന്ന ആളുകൾ വരെ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയാൻ, ഡൊമസ്റ്റിക് എയർലൈൻ ഫെയറിൽ വരെ ഈ നടക്കുന്ന കൊള്ളകളെ ഇപ്പോൾ ആളുകൾ പറയാൻ, മറ്റ് സെക്ടറുകളിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ പറയാൻ. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണയും പ്രാർത്ഥനയും മാത്രമല്ല, എല്ലാ കഷ്ടപ്പാടുകൾക്ക് നടുവിലും ടിക്കറ്റും എടുത്ത് വന്ന ആളുകൾ എന്നുള്ള നിലക്ക് വരാൻ കഴിയാത്തവരും ഇവിടുന്ന് കാത്തിരുന്നിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അവരെല്ലാവരോടും ഞാൻ പറയുന്നു, എന്നെ തെരഞ്ഞെടുത്ത ജനതയുടെ, എനിക്ക് പ്രവീണേട്ടൻ്റെ വാക്കുകളിൽ ഒരു കാര്യം ഞാൻ അടിവരയിടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാടിനെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ പ്രശ്നങ്ങൾ. പാലക്കാട് കടലുണ്ടായിരുന്നില്ല, പാലക്കാട് ടൗണിൽ കാടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നില്ല, തീരദേശം കടലെടുത്തിട്ട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കതെല്ലാം ഉണ്ട്, ഉരുൾപൊട്ടലും ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഈ പറഞ്ഞ പോലെ. അപ്പം വിവിധങ്ങളായ വെല്ലുവിളികൾ സാധാരണ ജനങ്ങൾ, തീരദേശത്തേക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. ഇരിക്കുന്ന വീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ എടുത്തു പോകേണ്ടി വരുന്ന, അവിടെ കടൽ ഭിത്തി കെട്ടുന്നതിൻ്റെയും പുലിമുട്ടിനെ സംബന്ധിച്ചൊക്കെ പിന്നെ പറയുന്ന കാര്യങ്ങൾ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പുലിമുട്ടിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ഞാൻ അതുവരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാലക്കാട് നിൽക്കുമ്പോൾ പുലിമുട്ടിൻ്റെ ഇംഗ്ലീഷിനെ പറ്റി ആലോചിക്കേണ്ടി വരാറില്ലല്ലോ. ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഒരു 70 കിലോമീറ്റർ സ്ട്രെച്ചിൽ തീരദേശത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പര്യടനം നടത്തി. ഞാൻ കൊയിലാണ്ടി മുതൽ വടകരയിലും ഇനിയിപ്പോൾ തലശ്ശേരിയിലെ ബാക്കി. അപ്പോൾ ഈ പര്യടനം നടത്തുമ്പോൾ ആളുകൾ പറയുന്ന പ്രയാസങ്ങൾ, അത്രയും ബുദ്ധിമുട്ടുകളിലാണ് ആളുകൾ ജീവിക്കുന്നത് അവിടെയൊക്കെ. അപ്പം ആ ജനതയുടെ ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പിൻ്റെ കൂലി 400 ആക്കണം എന്ന് ഈ പാർലമെൻറ്റിൽ പ്രൈവറ്റ് ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടാണ്, ഞാനത് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ, ജനകീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അവരുടെയൊക്കെ ശബ്ദമാവാൻ ഞാൻ ശ്രമിക്കും എന്നുള്ള കാര്യം പരമാവധി നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം ഞാൻ പറയുന്നു, പ്രവാസി വിഷയങ്ങളിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായ ഇടപെടലുകൾ, അതായത് നിങ്ങൾ ഈ നാടിൻ്റെ നട്ടെല്ലാണെന്ന് നാഴികക്ക് 40 വട്ടം പ്രസംഗിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പാർലമെൻറ്റ് അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ലഭ്യമായ അവസരങ്ങളിൽ ഇന്ത്യൻ പാർലമെൻറ്റിനെ അറിയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഞാൻ ആ പ്രസംഗത്തിന് ശേഷം 3 തവണ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇവിടുന്ന് സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ച് ഏവിയേഷൻ മിനിസ്റ്ററുമായിട്ടുള്ള ഒരു മീറ്റിംഗ് അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് അറേഞ്ച് ചെയ്യും എന്നുള്ളത് മിനിസ്റ്റർ അതിന് സമ്മതം മൂളിയിട്ടുണ്ട്. അത് പിന്നെ അദ്ദേഹം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വടകരയിലെ MP ഓഫീസിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു. തലശ്ശേരിയിലും നമ്മളൊരു MP ഓഫീസിൻ്റെ പ്രവർത്തനം 1 മാസം കൊണ്ട് ആരംഭിക്കും. തലശ്ശേരിയിലും വടകരയിലെ MP ഓഫീസിലേക്കും ഒരു കാര്യത്തിന് വരാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയില്ല എന്നെനിക്കറിയാം. 2 മാസത്തിനകം, മാക്സിമം 3 മാസത്തിൻ്റെ ഉള്ളിൽ MP ഓഫീസിൻ്റെ പരിപൂർണമായ സേവനങ്ങൾ
നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പിൻ്റെ രൂപത്തിൽ എത്തിച്ചിരിക്കും എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിലെയോ കുടുംബത്തിൻ്റെയോ ഒരാവശ്യത്തിന് ഒരു നിവേദനം സമർപ്പിക്കാൻ ഒരാളെ നാദാപുരത്തു നിന്നോ കൂത്തുപറമ്പിൽ നിന്നോ അല്ലെങ്കിൽ കുറ്റ്യാടിയിൽ നിന്നോ പേരാമ്പ്രന്നോ അതല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ നിന്നോ നേരിട്ട് ഓഫീസിലേക്ക് വരുത്തേണ്ട ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കില്ല. ഏത് ആപ്ലിക്കേഷൻ വഴി വേണമെങ്കിലും ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ റെക്കോർഡ്സ് ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ആ ആപ്പിൽ ഒരുക്കുന്നത്. അതിൽ പ്രവാസികൾക്കായിട്ടുള്ള ഒരു പ്രത്യേക ഒരു വിൻഡോ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുകൂടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക. അതൊരു കണക്ടിവിറ്റി എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് നിലക്ക് തന്നെയാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പം നേതാക്കന്മാരെല്ലാവരും പ്രസംഗിച്ചത് കൊണ്ട് ഇനി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. പാർലമെൻറ്റിനകത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഞാൻ ഇതുവരെ പറഞ്ഞു കേൾക്കുന്ന പാർലമെൻറ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് 2014 പൂർണ്ണമായും ഏകാധിപത്യ പ്രവണതകളെ മാത്രം വെച്ചു പുലർത്തുന്ന, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന, അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു പാർലമെൻറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് കേൾക്കുക. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കാണുന്ന പാർലമെൻറ്റ് അതല്ല. ഇപ്പോൾ ആ പാർലമെൻറ്റിനകത്തേക്ക് ഒരു നേതാവ് വരുമ്പോൾ അവിടെയുള്ള മൊത്തം പാർലമെൻറ്റിൻ്റെ അറ്റൻഷനും വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് അത് വിസ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് ആരുടെയെങ്കിലും ശബ്ദം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാർലമെൻറ്റിനകത്തൊരു പ്രസംഗം അത് ഇന്ത്യ രാജ്യത്ത് അലയൊലികൾ തീർക്കുന്നുണ്ടെങ്കിൽ, ആ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടേതല്ല, അത് രാഹുൽ ഗാന്ധിയുടേതാണ് എന്നുള്ളത് അതിനകത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുക. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 4 യൂ-ടേൺ രാജ്യത്തെ ഗവൺമെന്റിന് എടുക്കേണ്ടി വന്നത് അവിടെ പ്രതിപക്ഷത്തിന്റെ സ്ട്രെങ്ത് വർദ്ധിച്ചത് കൊണ്ട് തന്നെയാണ്. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും ശക്തിയുമായി 2024 തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 400+, ഞാൻ പേര് എടുത്തു പറഞ്ഞാൽ പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആളുകൾ BJPക്ക് വേണ്ടി എടുത്ത പണി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ റിസൾട്ട് വേറൊന്നാവുമായിരുന്നു. അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ ചിലരല്ല ഭൂരിഭാഗം പേരും ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി നടത്തിയ നിരന്തര പ്രചരണങ്ങളുണ്ട്. എക്സിറ്റ് പോൾ ഉൾപ്പെടെ എവിടെയാ ചെന്ന് നിങ്ങളൊന്ന് കണ്ട, അതൊരു അജണ്ടയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇത്ര മോശമാവുമെന്ന് ആദ്യം പഠിച്ചത് BJP തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ജനങ്ങളെ തിരുത്താൻ വേണ്ടിയാണ് വിഭാഗീയ പ്രചരണങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് ഈ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്നവരെന്ന് പറഞ്ഞ് അവരിങ്ങനെ കയറ്റി വെച്ചു. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഘട്ട അവസാനത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടായ പിക്ചർ ചേഞ്ച് നിങ്ങൾ കണ്ടതാണ്. ആ ചേഞ്ച് പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷത്തെയും ഈ നാട്ടിലെ ജനാധിപത്യ മതേതരവാദികളുടെ ശബ്ദത്തെയും അവഗണിക്കാൻ കഴിയാത്തൊരു ഫോഴ്സായി പാർലമെന്റ് മാറിയിട്ടുണ്ട്. അത് അവിടെ ഇരിക്കുമ്പോൾ അനുഭവപ്പെടുക. അവിടെ ഏകാധിപത്യമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ ആളുണ്ട്, പറയാൻ ആളുണ്ട്. രാജ്യത്തെ ജനാധിപത്യവാദികൾക്ക് ശുഭകരമായ പ്രതീക്ഷകളാണ് ഇന്ത്യ മുന്നണി നൽകുന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. നിങ്ങൾ എനിക്ക് നൽകിയത് ഒരു രാഷ്ട്രീയ വിജയം കൂടി ആയതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു. ഇന്ത്യ മുന്നണിയുടെ നിലപാടുകൾക്കൊപ്പം വടകരയുടെ MP എന്നുള്ള നിലയിൽ അടിയുറച്ചു നിന്ന് പൊരുതാൻ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതും കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയുന്നുള്ളൂ. മുതലാളി ഇപ്പം പറയുന്നത് മറ്റേ ചങ്ങായിയുടെ വഴി കോൺഗ്രസിൻ്റെ വഴിയാണ് എന്നുള്ളതാണ് ഇപ്പം മുതലാളി പറയുന്നത്. രാഹുൽ ഗാന്ധിയെ DNA ടെസ്റ്റ് നടത്തണമെന്നുൾപ്പെടെയുള്ള വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഉത്തമനായി കണ്ട് പിന്തുണ കൊടുത്ത് പ്രഖ്യാപിച്ച് കെട്ടിപ്പിടിച്ച മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആ മരം ക്ലിഫ് ഹൗസിൻ്റെ മേലെ ചായാൻ തുടങ്ങിയപ്പോഴാണ് ഇയാളുടെ വഴി ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുവരെ ആ വഴി ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആ വഴിയെ തള്ളി പറയുന്നത്. ഞങ്ങളൊരു കാര്യം തീർത്ത് പറയാം, കേരളത്തിലെ CPM പ്രവർത്തകർ പോലും ഈ ഭരണം മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ RMP പ്രതിനിധി ഇവിടെ ആവേശത്തോടെ പ്രസംഗിച്ചു. എന്നോട് അവർ ചോദിച്ചു, വടകരയെ പോലെ ഒരു ഇടതുപക്ഷ പിന്തുണയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെ ജയിക്കാൻ കഴിയുമെന്ന് വെച്ചപ്പോൾ ഞാൻ അതിന് പറഞ്ഞ മറുപടി അവിടുത്തെ ഇടതുപക്ഷം ആരാണെന്നാണ് ഞാൻ എന്നോട് തിരിച്ചു ചോദിച്ചത്. അവിടുത്തെ ഇടതുപക്ഷം CPM ആയിട്ട് ജനങ്ങൾ കാണുന്നില്ല, അത് എക്സ്ട്രീം റൈറ്റായി മാറുന്നു എന്നുള്ളത് CPM പ്രവർത്തകർക്ക് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെയർമാൻ്റെ ഞാൻ ഇന്നലെ അബുദാബി പറഞ്ഞു, ചെയർമാൻ പാറക്കൽ അബ്ദുൽ സാഹിബ് ഞാനും കൂടെ കൂത്തുപറമ്പിൽ ഒരു ബൂത്തിൽ വോട്ട് പോളിംഗ് ഡേറ്റിൽ പോയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങളെ തടഞ്ഞു, കൂവലും ബഹളവും.
അപ്പോൾ അതിൽ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞിട്ട് കാല് ഞാൻ കൊത്തും എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇന്നപ്പോൾ എന്നെ ആരെങ്കിലും പിടിച്ചു മാറ്റാനൊക്കെ വരും. നോക്കുമ്പോൾ വേറൊരു ബഹളം അപ്പുറത്ത് കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ചെയർമാൻ അവിടെ ചോദിക്കുക, എടാ നിൻ്റെ അരയിൽ ബോംബുണ്ടെങ്കിൽ എടുത്ത് എറിയടാ, പൊട്ടട്ടെ, ഞാൻ മരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനപ്പം മരിക്കാൻ തയ്യാറായിട്ടൊന്നുമല്ല പോയത്, ഞാൻ ഇതൊന്ന് ജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പിന്നെ ചെയർമാൻ പറയുന്നു, പിന്നെ ഇത് കൂത്തുപറമ്പാണെന്ന് ഓർത്തോണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരുത്തന്നെ. അപ്പോൾ പുള്ളി ചോദിച്ചാൽ അതെന്താ ഇന്ത്യയിലല്ലേ എന്ന് പുള്ളി തിരിച്ചു ചോദിക്കുന്ന അവസാനം ഞാൻ പുള്ളിയെ കോംപ്രമൈസ് ചെയ്തൊരു വിധം അവിടുന്ന് പിടിച്ചോണ്ട് വന്നു. അപ്പം പിന്നെ വോട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ കാല് കൊത്തുന്ന് പറഞ്ഞവൻ വരെ നമുക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് അത്രത്തോളം ഭരണത്തിലേറ്റിയ ആളുകൾക്ക് തന്നെ അത്രത്തോളം വിരോധം തോന്നുന്ന തരത്തിൽ ജനങ്ങളെ മറക്കുന്ന സമീപനം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. വിശ്വാസ്യതയോടെയും സുതാര്യതയോടെയും ചെയ്യേണ്ട കാര്യങ്ങളിൽ പലതരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുക. ഞാൻ അതൊക്കെ പറയും. ഇപ്പം വയനാടിൻ്റെ കാര്യം, KMCC പ്രവർത്തകരിവിടെയുണ്ട്. ഞാൻ ചോദിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ ഒരു ആഹ്വാനം വന്നു വയനാടിനെ സഹായിക്കണമെന്ന്. 36 കോടി രൂപ ആ വയനാടിന് വേണ്ടി നീക്കി വെക്കാൻ ഒരു പ്രസ്ഥാനം. ഇവിടെ KMCC പ്രവർത്തകരൊക്കെ അതിന് കാണിച്ച ഒരു ആത്മാർത്ഥത. നിങ്ങളൊക്കെ ഇതിലെല്ലാവരും കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കന്മാരും മുതലാളിമാരൊന്നുമില്ല. എത്രയോ സാധാരണക്കാർ, പാവങ്ങൾ തന്നെ പറയാവുന്നവർ, മക്കളും കുടുംബമൊക്കെ അടുത്തുള്ളില്ലാത്തവർ പോലും എന്തെങ്കിലുമൊക്കെ അതിന് നീക്കി വെച്ച് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ. അത് ആ പണത്തിൻ്റെ വലുപ്പമല്ല, അത് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ വലുപ്പമാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഞാനത് വടകരയിൽ ചെല്ലും, എനിക്ക് ഇവരുടെ ലീഡർഷിപ്പ്, പിന്നെ പാറക്കൽ അബ്ദുള്ള ചെയർമാനായിട്ട്, പ്രവീണേട്ടൻ പിന്നെ ചീഫ് ഏജൻ്റായി, വേണുവേട്ടൻ പിന്നെ ജനറൽ കൺവീനറായി, പിന്നെ ബാക്കി രമചേച്ചി ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ നിന്ന് അത് നടന്നൊരു വർക്ക്. ഞാൻ ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ, ഞാനിതും കൂടെ പറഞ്ഞ അപ്രസംഗം അവസാനിപ്പിക്കുക, സത്യം പറഞ്ഞാൽ ഈ CPM സ്ഥാനാർത്ഥികൾക്ക് ചില സൗകര്യങ്ങളുണ്ടല്ലോ, അവർക്കൊന്നും അറിയണ്ട, ജനങ്ങളെ കണ്ടാൽ മതി, വോട്ട് ചോദിച്ചാൽ മതി. ആ അധ്വാനം മാത്രം, ആ അധ്വാനം പിന്നെ ഒരു 1.5 അധ്വാനമായിരുന്നു. കുറ്റ്യാടി പര്യടനം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ രാവിലെ 5:35, 7:17 ആകുമ്പോൾ അടുത്ത നിയോജകമണ്ഡലത്തിൻ്റെ ചെയർമാൻ വിളിക്കുക, അല്ല എന്താ വരുന്നില്ല, തുടങ്ങണ്ടേ. മൂപ്പരുടെ അവിടുത്തെ പര്യടനം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. പല ദിവസങ്ങളിലും 1 മണിക്കൂർ, 1.25 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ വരും. സംഭവം ഉറങ്ങാനൊന്നും വിടൂല. പിന്നെ പക്ഷെ നമ്മൾ ഉറങ്ങാതിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ 3 മണിക്കും 4 മണിക്കും ചെല്ലുമ്പോൾ അവിടെ ആളും കുട്ടിയും ബഹളും ആൾക്കാരും ഒക്കെ അങ്ങനെ വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത, ജനങ്ങളുടെ ഒരു വല്ലാത്ത ഇൻവോൾവ്മെന്റ് ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായ ഫിസിക്കൽ സ്ട്രെസ് ഒഴികെ മെന്റൽ സ്ട്രെസ് ഈ ലീഡർഷിപ്പ് എനിക്ക് തന്നിട്ടില്ല. ഞാൻ പറയുന്നു, ഇതുപോലത്തെ നേതൃത്വം പാർട്ടിക്കുണ്ടെങ്കിൽ ഏത് ബാലികേറാം മലയും അത് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ അങ്ങനത്തെ എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എനിക്ക് 2 കോളാണ് താഴെത്തട്ടിൽ നിന്ന് വന്നത്. 2 കോൾ. ഒരു കോള് താഴെത്തട്ടിൽ നിന്ന് വന്നതല്ല, ഞാൻ കേൾക്കെ വേറൊരാളെ വിളിച്ചിട്ടൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരാൾ, പിന്നെ അത് ജെനുവിൻ ആയിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി, ഓപ്പൺ വണ്ടിയിൽ നിന്നൊരു ഫോൺ കോള്, വേറൊരു കോള് ബൂത്തിൽ നിന്ന് എന്തോ ഒരു മെറ്റീരിയലിൻ്റെ. വല്ലാതെ ഇത്രയും ബൂത്തുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ പോസ്റ്റ് കിട്ടിയില്ലെന്നോ ഫ്ലെക്സ് ഇല്ലാന്നോ, പിന്നെ ആകെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരണം അവിടെ വരണം, അത് പിന്നെ സ്നേഹം കൊണ്ടാണല്ലോ, ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആരും എന്നുള്ളതല്ലാതെ അതിൽ എനിക്ക് പിന്നെ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട പാറക്കൽ അബ്ദുള്ള സാഹിബ്, അദ്ദേഹം ചെയർമാൻ എന്നുള്ള നിലക്ക് പരമാവധി ഒരു ഇഷ്ടം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു കാൻഡിഡേറ്റിന് പീസ്ഫുള്ളായിട്ട് ഇലക്ഷനെ നേരിടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സാഹചര്യം വരില്ല. അത് ഒരുക്കി തന്നു. ഞാൻ പ്രവീണനുമായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരാളൊന്നുമല്ല. കാണുമ്പോൾ ശരിക്കും പുള്ളി എപ്പോഴും പോസിറ്റീവാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് പുള്ളിയെ ടെൻഷൻ അടിപ്പിക്കാൻ എനിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ബാക്കി പുള്ളിയുടെ വൈഫ് പറയും, എന്ത് വന്നാലും ഒരു വിലയില്ലാതെ പോസിറ്റീവായി നിൽക്കുന്ന ആളാണ്. മറ്റേ മനോരമയുടെ എക്സിറ്റ് പോൾ വന്നപ്പം പുള്ളി ഭയങ്കര വിശ്വാസിയും കൂടിയാണ്. അപ്പം പിന്നെ പുള്ളി എന്തൊക്കെയാ നേർന്നിട്ടുണ്ട്. ഞാൻ മറ്റേ ചിത്രത്തിലെ പോലെ കയ്യിൽ മറ്റേ സാധനം വെച്ചിട്ട് എന്നെ കൊണ്ട് കത്തിപ്പിക്കാമെന്നൊന്നും നേർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പുള്ളി അതൊന്നും നേർന്നിട്ടില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, പുള്ളി എക്സിറ്റ് പോൾ സർവേ വരുന്നതിന് മുമ്പ് നേർന്ന എമൗണ്ടും അതിൻ്റെ ശേഷം നേർന്ന എമൗണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പ്രധാനപ്പെട്ടൊരു വ്യത്യാസം, രണ്ടാമത് നേർന്നത് എന്നെ കൊണ്ട് കൊടുപ്പിക്കാന്നും കൂടി ആയിരുന്നു പുള്ളി നേർന്നത്. ഞാൻ പറഞ്ഞു, പുള്ളി എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കുമല്ലോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാനും നേരും ചില പള്ളിയിൽ എന്തിരുന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ്, പുള്ളി പറഞ്ഞ പോലെ കോൺഗ്രസ്സിനെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ എല്ലാ വഴികളും ഒന്നിലേക്ക് വന്ന് ഒഴുകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള, ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ അല്ലേ, അത് ഉറപ്പുവരുത്താനുള്ള കൃത്യമായ ഇടപെടൽ വളരെ പോസിറ്റീവായിട്ട്
പിന്നെ പുള്ളി ആദ്യം പറഞ്ഞ് 80% അല്ല 70%, 50% വടകര, പിന്നെ 30% കോഴിക്കോട്, 20% വയനാട്. ഞാൻ പറഞ്ഞു അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി അത് 100% വടകരയാക്കി. കോഴിക്കോടും രാത്രി ഡേ ആൻഡ് നൈറ്റ് അങ്ങനെ ഓടി, ഇവരൊക്കെ ഉറങ്ങാതെ പിന്നെ നിന്നിട്ടാണ് ആ കാര്യങ്ങൾ നേടിയെടുത്തത്. പിന്നെ വേണുവേട്ടനും രമചേച്ചിയും, വേണുവേട്ടൻ ഞങ്ങളുടെ കൂടെ ഇവിടെ വരണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഖത്തറിലേക്ക് വേണുവേട്ടനെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അവിടെ വരേണ്ടതായിരുന്നു. അപ്പോൾ ഒരു ടീം വർക്കിന് വല്ലാത്ത റിസൾട്ട് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാളെന്ന നിലക്ക് ഇവിടെയും ഞാൻ പറയുന്നു. ഇപ്പോൾ KMCC പ്രവർത്തനങ്ങൾ മനോഹരമായിട്ട് പോകുന്നു. പക്ഷേ അധ്യക്ഷൻ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ പിന്നെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു UDF സംവിധാനം ഇങ്ങനെ പ്രവാസ ലോകത്ത് പ്രവർത്തിച്ചതിൻ്റെ അധികം അനുഭവങ്ങളില്ല എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഇൻഗാസിൻ്റെ കാര്യങ്ങളിലും അതുപോലെ ഐക്യത്തോടെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു അനിവാര്യത 25ഉം 26ഉം നാടിന് വേണ്ടി കൂടി, പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ല. ആ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയി. പക്ഷെ ഇത് നാടിൻ്റെ അനിവാര്യത എന്നുള്ള നിലക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് ഓർമ്മപ്പെടുത്തുകയാണ് ജനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ജയിപ്പിക്കാൻ അവരാഗ്രഹിക്കുന്ന അതേ തോതിൽ നമ്മൾ നിന്ന് പ്രവർത്തനം നടത്തിയാൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം കുട്ടികളുടെ കാര്യമാണ്. ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇലക്ഷൻ ജയിപ്പിച്ചതിന് പ്രവാസിയോടും UDFിനോടും നേതൃത്വത്തോടും കോൺഗ്രസിനോടും ലീഗിനോടും ഒക്കെ നന്ദി പറയുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് വോട്ടില്ലാത്ത വടകരയിലെ കുട്ടികളോടാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. അവർ തന്നിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ വലുതാണ്. എത്രയോ കുട്ടികൾ മെസ്സേജായിട്ട് ഇപ്പം ചീത്തയൊക്കെ പറയും എല്ലാവരും വിളിച്ചിട്ട്. പിന്നെ ഷാഫിക്ക എന്നൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ പറയുള്ളൂ. ഷാഫി എന്നാണ് വിളിക്കുന്നത്. ഷാഫി എന്താ ഞങ്ങളുടെ അവിടെ വരാത്ത എന്നൊക്കെ ഫോണിൽ വിളിച്ച് വാട്സപ്പിൽ വിളിച്ച് ചോദിക്കും, ചീത്ത പറയും. മക്കളുടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഒരു സ്നേഹവും പിന്തുണയും, ഇപ്പോൾ അവരൊരു പഞ്ച് ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ആളുകളിലേക്ക് എത്തുന്നതിൽ, ആളുകളിലേക്ക് എത്തിച്ചതിൽ അവർക്കുള്ള പങ്ക് വളരെ വലുതാണ്. നമുക്ക് എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ നാടിൻ്റെ നല്ല എല്ലാ മൂല്യങ്ങളെയും സംരക്ഷിച്ച് നാടിൻ്റെ വികസനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും കാര്യത്തിൽ മുന്നോട്ട് പോവാം. ഈ ജനതയുടെ കൂടെ ഉണ്ടാകും. പ്രവാസിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പാർലമെൻറ്റിൽ കേൾക്കുന്നത് അവസാനത്തേതായിരിക്കില്ല. പ്രവാസിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങളെ മാറ്റും. പ്രിയപ്പെട്ട KPയുടെ സാന്നിധ്യം ഈ യോഗത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാൻ അയാളോട് പറഞ്ഞതാണ്, കുടുംബത്തിലെ ആരുടെ നിക്കാഹാണ്, അപ്പോൾ റിസപ്ഷന് പോകണ്ട, നിക്കാഹിന് പോയിട്ട് ഇങ്ങോട്ടന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചത്. പക്ഷേ കുടുംബത്തിൽ നിന്ന് പുള്ളിയെ വിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ KPയുടെയും അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്തും അതിന് ശേഷമുള്ള എല്ലാ ഇടപെടലുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. പഞ്ച് തന്നിട്ടുണ്ട്, അഭിവാദ്യം ചെയ്യുന്നു. പിന്നെ ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരോടും, ഇൻഗാസിൻ്റെയും KMCCയുടെയും പ്രിയപ്പെട്ട നേതാക്കന്മാരോട് ഓരോരുത്തരോടും പറയുന്നു. പിന്നെ മജീദ് ഉൾപ്പെടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെട്ട എല്ലാവരോടും പറയുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയേണ്ടടുത്ത് പറയും, ഉന്നയിക്കേണ്ടടുത്ത് ഉന്നയിക്കും, വക്കീലെ ചോദിക്കേണ്ടടുത്ത് ചോദിക്കും. അതിനുള്ള നടപടികളുണ്ടാവും. നിങ്ങളെ കൂടിക്കാഴ്ചയുടെ ഡേറ്റ് ഞാൻ അറിയിക്കാം. പ്രിയപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ നമുക്ക് സന്തോഷം നമ്മുടെ പിന്നെ മധുരം ഇരട്ടിയാക്കിയിട്ട് കിട്ടി. പ്രിയപ്പെട്ട NS ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം വന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കറ്റാനും, അദ്ദേഹം പറഞ്ഞു KS യൂത്ത് കോൺഗ്രസ് കാലം മുതൽ കൂടെയുള്ള ഒരാളാണ്, അദ്ദേഹം വന്നു. എനിക്ക് നിങ്ങൾ തന്ന സ്നേഹം എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ എന്നെപ്പറ്റി ഇവിടെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുന്നില്ല. എന്നെക്കൊണ്ടാവും വിധം എൻ്റെ നന്ദി പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹഭാവുകങ്ങൾ നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇനിയും കാണും എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് UDF. താങ്ക് യു മിസ്റ്റർ ഷാഫി പറമ്പിൽ. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജലീൽ മഷൂർ തങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരായവരെ, ഈ വൈകിയ